ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു 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 ഘട്ടത്തിൽ വിശന്ന് സഹിക്കാൻ വയ്യാഞ്ഞ് ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ ഒരു വേറൊരാളുടെ പ്രോപ്പർട്ടിയിൽ മരിച്ചിന് നട്ടേക്കുന്നത്. അവിടെ പോയിട്ട് അത് മരിച്ചിന് പിഴുത് വന്ന് ഞങ്ങൾ രാത്രി വേവിച്ച് കഴിച്ചിട്ടുണ്ട്. ഹിജ്റ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹിന്ദു മുസ്ലിം കൾച്ചേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളല്ലാത്തവർക്ക് ഇതുപോലെ റീത്തിടുക എന്ന് പറയും. റീത്തിട്ട് ചേല അല്ലെങ്കിൽ മകൾ ആക്കിയിട്ട് അവരെ സെക്സ് വർക്കിന് ഇറക്കുക, അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുക. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുക, എല്ലാവരും തൊഴിലവസരങ്ങളിലേക്ക് പോവുക. അല്ല, ബിഗ് ബോസ് ഒരു സമയത്തൊരു ഡ്രീം സ്റ്റേജ് ആയിരുന്നു. ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോറി എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ 3 ഇയേഴ്സിലും 2 ഇയേഴ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പക്ഷേ ഇതേപോലത്തെ ഇതെല്ലാം കാണുമ്പോൾ പഴയ ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഓർമ്മ പോകാറുണ്ടാവും. ഉറപ്പായും എപ്പോഴും ഓർക്കാറുണ്ട്. കാര്യം എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വിശന്ന് സഹിക്കാൻ വയ്യാഞ്ഞ് നമ്മൾ മരിച്ചിന് വെള എന്ന് പറയും തിരുവനന്തപുരത്ത്. എന്ന് വെച്ചാൽ പറമ്പ്, മരിച്ചിന് നട്ടിരിക്കുന്ന പറമ്പ്. ഞങ്ങളുടെ വീട്ടിൻ്റെ പുറകിൽ ഒരു വേറൊരാളുടെ പ്രോപ്പർട്ടിയിൽ മരിച്ചിന് നട്ടേക്കുന്നത്. അമ്മ രാത്രി പോയിട്ട് അവിടെ നിന്ന് മരിച്ചിന് ഹാജറുമ്മയുടെ വെള്ളം എന്നാണ് ഞങ്ങൾ പറയണത്. അവിടെ പോയിട്ട് അത് മരിച്ചിന് പിഴുത് വന്ന് ഞങ്ങൾ രാത്രി വേവിച്ച് കഴിച്ചിട്ടുണ്ട്. അത്രയും പട്ടിണി അത്രയും പട്ടിണിയിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആഗ്രഹിക്കുന്ന ഭക്ഷണം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പറ്റുന്നുണ്ട്. ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലൊക്കെ ട്രാവൽ ചെയ്ത കാലം മറന്നു, സ്ലീപ്പറിൽ ട്രാവൽ ചെയ്ത കാലം മറന്നു എന്ന് പറയണതാണ് ശരിക്ക്. അത് ഒരു അഹങ്കാരമായിട്ട് പറയണതല്ല, വളരെ അഭിമാനത്തോടു കൂടി പറയാണ്. നല്ല ഡ്രസ്സ് കിട്ടാത്ത കാലമുണ്ട്. ഒരു വർഷം 2 ജോഡി ഡ്രസ്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓണക്കോടി, അത് അമ്മ എടുത്തു തരുന്നതാണ്. ഒന്ന് ഓട്ടക്കോടി. ഞങ്ങളുടെ അവിടെ പാച്ചല്ലൂർ ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ട്. അവിടെ ഓട്ടം എന്ന് പറയും ഞങ്ങൾ. ഓട്ടം നടക്കുന്ന സമയത്ത് ഒരു കോടി കിട്ടും. അത് വല്യമ്മയായിരിക്കും എടുത്തു തരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഈ 2 ഡ്രസ്സാണ്. എൻ്റെ ഓർമ്മയിൽ അധിക ഡ്രസ്സ് എടുത്തത് +1 അഡ്മിഷൻ കിട്ടി പോകുമ്പോഴാണ്. നമ്മൾ തട്ടിൽ നിന്ന് നമ്മൾ ഈ 3 ടീഷർട്ട് 150 രൂപയ്ക്ക് എങ്ങാണ്ട് അമ്മ മേടിച്ചു തന്നത്. ഇന്ന് ഡ്രസ്സ് എനിക്ക് മടക്കി വെക്കാൻ സ്ഥലമില്ല. അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്താണ് പറയാ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, യു ഹാവ് കം എ ലോങ് വേ എന്നുള്ളത്. മോർ വേ ടു ഗോ. അദ്രി, ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ഇമോഷണൽ ആയല്ലേ? അതാണ് പെട്ടെന്ന് ക്വസ്റ്റ്യൻ മാറ്റിയത്. ഇറ്റ്സ് ഓക്കെ ഡിയർ, ബിക്കോസ് യു ഹാവ് അച്ചീവ്ഡ് എ ലോട്ട്, യു ആർ സോ സക്സസ്ഫുൾ നൗ. സോ അത് പ്രൗഡായിട്ട് തന്നെ അല്ല, എവിടെയും ഉറക്കെ പറയാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അഭിമാനത്തോടുകൂടി തന്നെ പറയണം. അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് പിന്നല്ല കൈയോട്. അതിരി, ഓക്കെ. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ഒരു സൊസൈറ്റിയിൽ കുറേയധികം കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പല രീതിയിലുള്ള കസ്റ്റംസ്, അത് എന്തൊക്കെയാണ് ശരിക്കും? അതേപോലെ ഒരു അമ്മയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള, ഇപ്പോൾ അതിരിക്ക് അങ്ങനെ ഈ ഒരു സമൂഹത്തിൽ അങ്ങനെ അതായത് ഹിജ്റ കൾച്ചർ പ്രകാരം, അതായത് ഹിജ്റ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഹിന്ദു മുസ്ലിം കൾച്ചേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ജമാഅത്ത് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൂടിയിട്ട് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഒരു പീക്ക് സംഭവമൊന്നുമില്ല. ഉണ്ട്, അത് ഒരു കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ടി വരുന്ന കുട്ടികൾക്ക്, ഇറങ്ങി വരേണ്ടി വരുന്ന ആൾക്കാർക്ക് സീനിയറായിട്ടുള്ള കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഇതുപോലെ ഷെൽട്ടർ ഒരുക്കുക, അവരെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവർ ചേല ഗുരു എന്നാണ് പറയണത്. ശരിക്കും ഇവിടെ കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ് അത് അമ്മ മകൾ എന്ന് പറയണത്. ശരിക്കും ചേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവിൻ്റെ ശിഷ്യ. നമ്മൾ കേരളത്തിന് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ ഹൈറാർക്കിപരമായിട്ട് ഭയങ്കര ചൂഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ്. അതായത് ഈ ഗുരു ചേലേനെ കൊണ്ട് പണിയെടുപ്പിക്കുക, എന്നിട്ട് ആ സെക്സ് വർക്ക് അല്ലെങ്കിൽ ഈ ബസ്തി എന്ന് പറയും, ഭിക്ഷ ചോദിക്കാനൊക്കെ പറഞ്ഞു വിടുക, ആ കാശ് കൊണ്ട് ഗുരുവിന് കൊടുക്കുക, ഗുരു ഈ സർജറി ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്നാണ് അത് പറയുന്നത്. സോ അങ്ങനെ അതാണ് ഈ ഒരു കൾച്ചർ. പക്ഷേ ഇതൊക്കെ ഒരു പരിധിവരെ വളരെ നല്ല രീതിയിൽ
നടന്നാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പലയിടത്തും അത് വളരെ മോശമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൾച്ചറിൻ്റെ മറപിടിച്ച് ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളല്ലാത്തവർക്ക് ഇതുപോലെ റീത്തിടുക എന്ന് പറയും. റീത്തിട്ട് ചേല അല്ലെങ്കിൽ മകൾ ആക്കിയിട്ട് അവരെ സെക്സ് വർക്കിന് ഇറക്കുക, അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുക. ഇനി നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവർക്ക് സമാനമായ രീതിയിൽ അവർ റീത്തിട്ട് മക്കളാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയും നിർത്താമല്ലോ. വെച്ചാൽ അങ്ങനെ ഒരു 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 കൾട്ട്, ഒരു കമ്മ്യൂണിറ്റി പോലെ, അങ്ങനെ അവരുടേതായ ഒരു നിയമം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വശം കേരളത്തിൽ തന്നെ ഉണ്ട്. എല്ലായിടത്തും അങ്ങനെയല്ല. കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇങ്ങനെ കൾച്ചർ പ്രകാരം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വളരെ സ്നേഹത്തോടുകൂട്ട് അവരുടെ പരിപാടികളിലൊക്കെ സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് സമ്മേളിക്കുന്ന പരിപാടികളുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്ന പരിപാടികളുണ്ട്. പിന്നെ മക്കളെ, ഈ റീത്തിടുന്ന മക്കളെ സെക്സ് വർക്കിന് വിടില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പഠിപ്പിക്കുകയും ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നല്ല രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പേരെടുത്ത് പറയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സോ ഇത് രണ്ട് വശമുണ്ട്. സോ ഇത് ഒരു പരിധി വരെ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിൻ്റെ പരിധി വിട്ടിട്ടുള്ളതിൻ്റെ ഒരു മാരകമായ പീക്ക് വേർഷൻസ് ഉണ്ട്. അതായത് ഈ കാശെടുത്ത് ഇങ്ങനെ എറിയുക, അത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോടികളാണ്. ഇങ്ങനെ മെത്ത പോലെ നിലത്ത് പണം വാരി എറിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നിന്ന് നടന്ന് ഡാൻസ് ചെയ്യുക എന്നൊക്കെയുള്ള പരിപാടികൾ അതിനോടൊന്നും ഒരിക്കലും അംഗീകരിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഭാഗ്യത്തിന് അതൊന്നും നമ്മുടെ കേരളത്തിൽ എത്തിയിട്ട് അതിൻ്റെ പീക്ക് വേർഷൻ ഇല്ല എന്ന് മാത്രം. ഏകദേശം അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പീക്ക് വേർഷൻ ഇല്ല. അദ്രി ഇപ്പോൾ ബിഗ് ബോസ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അദ്രി അതിൽ എന്താണ് ഒരു ചാൻസ് ഉണ്ടോ? അല്ല, ബിഗ് ബോസ് ഒരു സമയത്തൊരു ഡ്രീം സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ കമ്മിറ്റഡ് ആണ്. അതായത് തിയേറ്റർ പ്രോജക്റ്റ്, പുതിയ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണെന്ന്. സോ പുതിയ പ്രോജക്റ്റ്, അതിനെക്കുറിച്ചുള്ള ക്രിയേറ്റീവായ ഡിസ്കഷനിലാണ്. അത് ഉടനെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അഭിനയിച്ച സെക്കൻഡ് ഷോർട്ട് ഫിലിം മയൂരി, മയൂരി എന്ന കഥാപാത്രം തന്നെയാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, അതിന് വരുന്നുണ്ട്. ഇനി അതിനെ തുടർന്ന് വേറെ വർക്കുകൾ 1-2 കമ്മിറ്റഡ് ആയിട്ടുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ആക്ടിങ്ങിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഡാൻസറാണ് അദ്രിജ പണിക്കർ, ബേസിക്കലി ഡാൻസർ, പിന്നെ ആക്ടിങ് സൈഡ് എന്നുള്ളതാണ്. അപ്പോൾ ഡാൻസ് മേഖലയിലും അഭിനയ മേഖലയിലും ഒക്കെ ആയിട്ട് പുതിയ ഓരോ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല, അതിനുള്ള സമയമില്ല, ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. മയൂരി എപ്പോഴത്തേക്കായിരിക്കും റിലീസ് ഉണ്ടാവുക? ഉടൻ ഉണ്ടാവും. അതായത് ഞാൻ മാ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. മായിൽ ചെയ്തിരുന്ന ഒരു ക്യാരക്ടറിൻ്റെ എക്സ്ട്രീം വേറൊരു വേർഷനാണ് ചെയ്തിട്ടുള്ളത്. മയൂരി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ശ്യാം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു വർക്കാണ്. ഓക്കെ, നല്ലൊരു ഉടൻ വരുന്നുണ്ട്, നല്ലൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട്. അതിന് ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ക്യൂർ, അതായത് LGBTQIA++ സമൂഹത്തിനായി ഉടൻ മാറേണ്ട ഒരു കാര്യം എന്താണ്? എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുക, എല്ലാവരും തൊഴിലവസരങ്ങളിലേക്ക് പോവുക, തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള എല്ലാം തൊഴിൽ തന്നെയാണ് കേട്ടോ, എല്ലാം ജോലി തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടി സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തൊഴിൽ അവസരങ്ങളിലേക്ക് എല്ലാവർക്കും അതിലേക്ക് എത്തിപ്പെടാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു. ഓക്കെ, ജീവിതത്തിലെ ഏറ്റവും വലിയ റോൾ മോഡൽ ആരാണ്? അമ്മ. വിഷമമുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ ധൈര്യം തരുന്നത് എന്താണ്? ഷോപ്പിംഗ്. ഓക്കെ, ഇന്ന് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് ഒരു വാചകത്തിൽ എന്ത് പറയും? എല്ലാവരെയും സ്നേഹിക്കുക. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതെങ്ങനെയാണ്, ഏതാണെന്ന് പോലും നമുക്കറിയില്ല, എപ്പോഴാണെന്ന് പോലും അറിയില്ല. അപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുക, ആരെയും ദ്രോഹിക്കാണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി ജീവിക്കുക, അത്ര തന്നെ. സ്വപ്നം കാണുന്ന പ്രോജക്റ്റ് ഏതാണ്? സ്വപ്നം കാണുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇറ്റ്സ് അപ്കമിങ് ആണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ തൽക്കാലം ഒരു സർപ്രൈസ് ആയിട്ട് സസ്പെൻസ് ആണ്. ഒരിക്കലും കൂടെ കരുതാൻ മറക്കാത്ത ഒരു മേക്കപ്പ് പ്രോഡക്റ്റ്? മസ്കാര. ഓക്കെ, അദ്രിജ എന്ന പേര് നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ്?
എൻ്റെ ജീവിതത്തോളം പ്രിയപ്പെട്ടതാണ്. ഓക്കെ. ട്രാൻസ് സ്ത്രീകളെക്കുറിച്ച് സമൂഹത്തിനുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്താണ്? നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ തന്നെ എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഈസിലി അവൈലബിൾ ഫോർ സെക്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, എല്ലാം വേഗം മാറട്ടെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യം? ഡ്രസ്സിങ്. ഓക്കെ. നിങ്ങളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൻ്റെ നിർവചനം എന്താണ്? സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കാൻ പറ്റുക, സ്വയം സ്വന്തമായി ഏൺ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അച്ചീവ്മെൻ്റ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ സാമ്പത്തികമായിക്കൊള്ളട്ടെ, അതൊന്നും സ്പെൻഡ് ചെയ്യാനോ അതിനെ ചെറിഷ് ചെയ്യാനോ ആരുടെയും തടസ്സമുണ്ടാവാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു സ്വന്തം സ്വാതന്ത്ര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അദ്രിജ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഒരു പണ്ടത്തെ കാലത്തെ ആ ഒരു ചെറിയൊരു അവരെ കാണുമ്പോൾ, കുട്ടിക്കാലത്തെ ആ ഒരു ചൈൽഡ്ഹുഡ് ആ ഒരു ഇമേജ് കാണുമ്പോൾ അവരോട് എന്താണ് പറയാൻ തോന്നുക? യു അച്ചീവ്ഡ് എ ലോട്ട്, യു ഹാവ് കം അലോങ് ആൻഡ് ഇനി ഒരുപാടുണ്ട്. കാരണം ഒരു 60 വയസ്സാണ് ഒരാളുടെ പ്രായമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയോളം മാത്രമേ എത്തുന്നുള്ളൂ. സോ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഗോ ഹെഡ്. പിന്നെ എല്ലാ തകർക്കൊന്ന്. അദ്രിജ, എന്താണ് ഇതുപോലെ ഉള്ള കുട്ടികളോട് എന്താണ് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? വാട്ട് യു ഹാവ് ടു സേ? ട്രാൻസ്ജെൻഡർ കുട്ടികളായിട്ട് കമൗട്ട് ആവുന്ന കുട്ടികളോടാണോ? എനിക്ക് അങ്ങനെയുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, സെൽഫ് അനാലിസിസ് ചെയ്യുക, എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. എല്ലാവരും പറയും നിങ്ങൾക്ക് ഭ്രാന്തൊന്നും അല്ല, ഇതൊക്കെ നോർമലാണ്, നിങ്ങൾ സൈക്കാട്രിസ്റ്റിനും സൈക്കോളജിസ്റ്റിനും ഒന്നും കാണേണ്ട ഒരു ആവശ്യമില്ല എന്നൊക്കെ എല്ലാവരും പറയും. അതെ, ഇത് മാനസിക പ്രശ്നമല്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ, നിങ്ങളൊരാളുടെ സഹായം തേടണം. അത് തേടുന്നത് നിങ്ങളുടെ വീട്ടുകാർ നിർബന്ധിച്ച് തല്ലിക്കൊണ്ടുപോയി ചേർക്കുന്ന ആ പ്രോസസ്സിനല്ല പറയണത്. പക്ഷെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരാളുടെ സഹായം വേണമെങ്കിൽ അത് തേടണം. പിന്നെ അല്ലാണ്ടുള്ള കുട്ടികളോട് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടി ആരുമായിക്കൊള്ളട്ടെ, ആ കുട്ടി നിങ്ങളുടെ ഫ്രണ്ടാണ്. ഒരിക്കലും ട്രോമറ്റൈസ്ഡ് ആക്കരുത്. കാരണം ഞാൻ അങ്ങനെ ആ ട്രോമയിൽ കൂടിയിട്ട് ട്രാവൽ ചെയ്ത വ്യക്തിയാണ്. പക്ഷെ ഇന്ന് അവരെല്ലാവരും എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. അത് വേറെ കാര്യം. എല്ലാവരും ഞാൻ പഠിച്ച സമയത്തുള്ള ഒട്ടുമിക്ക ഫ്രണ്ട്സും എന്നെ ഏറ്റവും കൂടുതൽ ബുള്ളി ചെയ്തിട്ടുള്ളവർ, എന്നെ ഏറ്റവും കൂടുതൽ ട്രോമറ്റൈസ്ഡ് ആക്കിയിട്ടുള്ളവരൊക്കെ ഇന്ന് എൻ്റെ ഏറ്റവും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നാളെ നിങ്ങൾ ഒരുമിച്ച്, കാരണം എപ്പോൾ ആരെ സഹായിക്കാമെന്ന് പറയാൻ പറ്റില്ല. സോ കൂടെ ഇരുന്ന് പഠിക്കുന്ന ആ കുട്ടി ആരും എങ്ങനെയും എന്തുമായിക്കൊള്ളട്ടെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോഴാണ് നിങ്ങളൊരു ഫ്രണ്ട് ആവുന്നത്. അതിരി, പ്രണയത്തെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പ്രണയം ഭയങ്കര രസമുള്ള കാര്യമല്ലേ? അദ്രിയുടെ പ്രണയം, അദ്രിയുടെ ഫസ്റ്റ് ലവ്. എൻ്റെ ഫസ്റ്റ് ലവൊക്കെ ഭയങ്കര യങ് ഏജിലാണ്. ആദ്യമായിട്ടൊരു പ്രണയമൊക്കെ ഉണ്ടാവുന്നത് ഞാൻ 9ാം ക്ലാസ് വെക്കേഷൻ സമയത്തൊക്കെയാണ്. ഭയങ്കര യങ്ങായി പോയില്ലേ? അത് ഭയങ്കര യങ്ങായി. ഞാൻ ബേസിക്കലി ഞാൻ ഭയങ്കര ഒരു പ്രണയിനിയാണ്. എപ്പോഴും ഇങ്ങനെ പ്രണയം ഉള്ളിൽ സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ്. എന്നെ കണ്ടാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എൻ്റെ സംസാരമൊക്കെ കേട്ടാൽ അങ്ങനെ അല്ലെന്ന് തോന്നുമെങ്കിലും ഞാൻ എന്നെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പ്രണയരോഗിയായിട്ടാണ്. അപ്പോൾ പ്രണയം ഉണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു പ്രണയത്തിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ആ പ്രണയം ഇന്നില്ലെങ്കിലും ഒരു 3-4 വർഷത്തോളം നീണ്ടു നിന്ന ഒരു മനോഹരമായൊരു പ്രണയത്തിലൂടെ പോയി എന്ന് പറയാം. ആ മനോഹരത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലും പോയ ഒരു പ്രണയമായിരുന്നു. അതായത് എത്രത്തോളം മനോഹരമായ പ്രണയം തന്നു, അത്രത്തോളം മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളും തന്നു എന്ന് വേണമെങ്കിൽ പറയാം. സോ എനിവേ ഐ ആം ഔട്ട് ഓഫ് ദാറ്റ്. പക്ഷെ ഇപ്പോഴും പ്രണയമുണ്ട് മനസ്സിൽ. എന്തായാലും കുറേയധികം പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുമല്ലോ. എന്തായാലും അതിൽ നിന്നും ഇനി നമുക്ക് പതുക്കെ നല്ല പ്രണയം ഏതാണെന്ന് നോക്കിയിട്ട് ഇനി ഞാൻ ഒരു ഏകാകിനിയായ പ്രണയിനെ ഇങ്ങനെ നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.
എന്തായാലും അതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഈ ആസ്റ്റോൺ ഗെറോൺ എന്ന് പറയുന്ന ഒരു ഡ്രാമയുണ്ടല്ലോ, അപ്പോൾ അതിൽ ഇപ്പോൾ തിയേറ്റർ ആർട്ടിസ്റ്റാണ്, തിയേറ്റർ ഡയറക്ടറാണ്. ഇപ്പോൾ ഈ ഒരു മൂവിയിലെ ഈ ഒരു തിയേറ്ററിൻ്റെ ഡ്രാമയുടെ കൊറിയോഗ്രാഫി എല്ലാം അതിലാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടൊന്ന്. ആസ്ഗറോൺ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. ശരിക്കും റഷ്യൻ അമേരിക്കൻ റൈറ്ററായ എലനാവോ ലെബദേവ അവരുടെ ദ വൈറ്റ് വിച്ച് എന്ന് പറയുന്ന ദ സ്റ്റോറി ഓഫ് വൈറ്റ് വിച്ച് എന്ന് പറയുന്ന കഥയല്ല, ശരിക്കും അതൊരു ഒരു കവിതാ തന്തുവാണ്. അതിനെ ബേസ് ചെയ്തിട്ടൊരു ഡ്രാമ ചെയ്യാനായിട്ട് അവർ എന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. സോ ഞാൻ അത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാനത് ഏറ്റെടുത്തു. പിന്നെ അത് ചെയ്തു വന്നപ്പോൾ അത് വലിയൊരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റായി മാറി. വണ്ടർഫുൾ ആർട്ടിസ്റ്റ്സ് ഡൽഹിയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ്സ് ഉൾപ്പെടെ പങ്കെടുത്ത ഇതിനകത്തുണ്ടായിരുന്ന ഒരു വലിയൊരു പ്രോജക്റ്റായിരുന്നു. അത് വലിയ വിജയമായിരുന്നു അതിൻ്റെ പ്രീമിയർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അടുത്ത വേദികൾക്ക് എക്സൈറ്റഡ് ആണ്. ഓക്കെ. എന്തായാലും അതിരി താങ്ക് യു സോ മച്ച്. എന്താണ് ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചതിന്. അതേപോലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, ഈ ഒരു ആക്സസറീസ് ആൻഡ് ഈ ഒരു ഡ്രസ്സിങ് സെൻസ്, ഇതൊക്കെ എങ്ങനെയാണ്? വാട്ട് ഇസ് ദ സീക്രട്ട്? അത് അമ്മ പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ അമ്മാമ്മ, അതായത് അമ്മയുടെ അമ്മ, ഭയങ്കര മനോഹരമായിട്ട് സാരിയൊക്കെ നീറ്റായിട്ട് ഉടുത്ത് ഭയങ്കര ഭംഗിയായിട്ട് സാരി ഉടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു സാരി ഉടുക്കുന്ന ഒരു ടാലൻറ്റ് എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞമ്മ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഒരു സാരി ഉടുക്കാനൊക്കെയുള്ളൊരു ഭംഗി വേറെ ആർക്കും പിന്നെ കിട്ടിയിട്ടില്ല, അത് എനിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അങ്ങനെ ആയിരിക്കും. പിന്നെ എനിക്ക് ബേസിക്കലി ഇതൊക്കെ ഇഷ്ടമാണ്. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നല്ല ഭംഗിയായി ഒരുങ്ങി നടക്കാൻ, അതിന് മാച്ച് ചെയ്യുന്ന ആക്സസറീസ്, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റ്സ് ഒക്കെ അങ്ങനെയല്ലേ. എന്തായാലും സൂപ്പർബ്. ഇനിയും ഇങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി നടന്ന് കുറേയധികം കാര്യങ്ങൾ അതിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഇട്ട കുറേ റീൽസ് എല്ലാം കണ്ട് സൂപ്പർബാണ്. അതുകൂടി പറഞ്ഞിട്ട് എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.